എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങളുടെ സോൾ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഈ രണ്ട് ഫയലുകളിൽ നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുത്ത, നിങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുത്ത ഒരു ഫയൽ എടുക്കുക. ആദ്യത്തെ ഈ ഫയലാണ് നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് വളരെയധികം വേഗതയിൽ തന്നെ നോക്കാം. അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്നതിൽ 40% പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്വർണം എന്ന ആ സ്വർണത്തിൻ്റെ ബൗൾ, അത് സ്വർണത്തിൻ്റെ ആ ഒരു റൗണ്ട് ബോൾ ഷേപ്പ്, അത് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലാണ് നമ്മൾ പോകുന്നത്. സ്വർണം അതിൻ്റെ മഹത്വം എപ്പോഴും ഉണ്ട്. സ്വർണത്തിൻ്റെ മഹത്വത്തിന് ഒരുപാട് പ്രശംസയുമുണ്ട്. അതിന് നമുക്കിപ്പോൾ ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വില കൂടിയ ആളുകൾ ആഭരണത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് സ്വർണം. സ്വർണം ഉണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം അത് ലിക്വിഡ് മണി പ്രദാനം ചെയ്യുന്നു. സമാധാനം, ധനം, സൗഖ്യം, സമൃദ്ധി എല്ലാത്തിൻ്റെയും ചിഹ്നമാണ് സ്വർണം. കാരണം സ്വർണത്തിനായുള്ള മൂല്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് മുന്നേറാൻ ഈ ഘട്ടത്തിൽ സഹായിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മഹത്വത്തെക്കുറിച്ചാണ്. സ്വർണം പോലെ മഹത്വതയുള്ള, മൂല്യമുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് സ്വർണത്തിനേക്കാൾ അല്ലെങ്കിൽ സ്വർണത്തിനോടൊപ്പമോ മതിപ്പ് വിലയുണ്ടെന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിടത്തും അനാവശ്യമായി താഴണ്ട, ആത്മവിശ്വാസം ഇല്ലാതെ മുന്നോട്ട് പോകണ്ട. നിങ്ങൾക്ക് സ്വർണത്തോളം മഹത്വത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ സഞ്ചാരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മൂല്യത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ മൂല്യമില്ല എന്ന് ചിലർ പറയാൻ ശ്രമിക്കുന്നു. ചിലർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന സ്വഭാവങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചിലർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതിനോടൊന്നും നിങ്ങൾ പ്രതികരിക്കേണ്ട, നിങ്ങളതിലൊന്നും നിൽക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് മൂല്യമുള്ള, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾ സ്വയം മതിപ്പുണ്ടാകണമെന്നാണ് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സ്വർണം പോലെ മൂല്യമുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ചോ, നിങ്ങളുടെ അറിവിനെക്കുറിച്ചോ, നിങ്ങളുടെ സൽസ്വഭാവത്തെക്കുറിച്ചോ, നിങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ചോ ചിന്തിക്കാതെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ പുലമ്പണ്ട. ആത്മവിശ്വാസം, സ്വയം മതിപ്പില്ലാതെ പോകണ്ട. അഹങ്കാരം വേണ്ട. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചില കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടതാണെന്നാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ മൂല്യം നിങ്ങൾ അറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ആത്മവിശ്വാസം ഇല്ലാത്ത സാഹചര്യം ഒഴിവാക്കുക. ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. കാരണം അതിനുള്ള മൂല്യം നിങ്ങൾക്കുണ്ട്. നമുക്ക് അടുത്ത ഫയലിലേക്ക് പോകാം. അടുത്ത ഫയല് അമേത്തിസ്റ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നൊരു ക്രിസ്റ്റലാണ്. അത് സംയമനത്തിൻ്റെയും ആത്മീയതയുടെയും ഉയർച്ചയുടെയും ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് കാണാം. ഈ രണ്ടാമത്തെ ഫയല്, ഈ ക്രിസ്റ്റല് ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആത്മീയതയുടെയും ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പ്രതീകമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലാത്തതിൻ്റെ വിഷമം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകാം. നിങ്ങളുടെ ആത്മാവ് പറയുന്നത് നമുക്ക് കൂടുതൽ ആത്മീയതയിലേക്ക് പോകാം. വഴിതെറ്റിയ വഴിയിലൂടെ ഇനിയും സഞ്ചരിക്കേണ്ട. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക. വൈരാഗ്യങ്ങളും ഇനി തെറ്റായ രീതിയിലേക്കുള്ള പോക്കുമൊക്കെ അവസാനിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുണ്ട്. ആ ദുരിതങ്ങളിൽ ഉൾപ്പെട്ട് നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് വേണ്ട എന്നാണ് നിങ്ങളുടെ ആത്മാവ് പറയുന്നത്.
ആത്മാവ് കൂടുതൽ ആഗ്രഹിക്കുന്നത് ആത്മീയ വീക്ഷണത്തോടെ മുന്നോട്ട് പോകാനാണ്. ചിലപ്പോൾ ഈശ്വര വിശ്വാസം കുറഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ഈശ്വരനെ വിളിക്കുന്ന ഒരാളാണ്. അത് വേണ്ട. ഭൗതികതയിലേക്ക് ഇങ്ങനെ വല്ലാതെ അടിമപ്പെട്ടു പോകണ്ട. നല്ല സമാധാനത്തോടു കൂടി ഒരു ജീവിതം, അതാണ് നല്ലതെന്ന് പറയുന്നത്. അതിൻ്റെ വഴി മനസ്സിലാക്കി ആത്മീയ വീക്ഷണത്തിലേക്ക് മുന്നോട്ട് പോകാം. ആരോ ഒരാൾ നിങ്ങളുടെ ആത്മാവിനെ സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാകാം. നിങ്ങളെ ഈ ആത്മീയതയിലേക്കും നന്മയിലേക്കും, ഇപ്പോൾ തിന്മയിൽ നിന്നും അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന ആരോ ഒരാളുണ്ട്, ആരോ സംസാരിക്കുന്നുണ്ട്. അതൊരു പരസ്പര ഭൗതിക ബന്ധമായിരിക്കാം. ആ ആളെ നിങ്ങൾ സമാധാനിപ്പിക്കുന്നു, നിങ്ങളെ ആ ആൾ സഹായിക്കുന്നു. അങ്ങനെ ഒരു ആത്മീയ ബന്ധം ഉള്ളൊരാൾ നിങ്ങൾക്കിപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. ആ ആളുമായി മനസ്സ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അനുഭൂതി കിട്ടുകയാണ്. ഇതുവരെ അനുഭവിക്കാത്ത സമാധാനവും അനുഭൂതിയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ അങ്ങനെയുള്ളൊരു സന്തോഷം കിട്ടുന്നു. ആദ്യം നിങ്ങൾക്ക് ആരും അങ്ങനെ നിങ്ങളെ സഹായിക്കുന്നതായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങളെ സഹായിക്കുന്നതായിട്ട് വരികയാണ്. ഈ 2 പൈലുകളുടെയും ആത്മാവ് പറയുന്നത് ഇപ്പോഴും നമുക്ക് ഒരു നന്മയിലേക്ക് പോകാമെന്നാണ്. ഒരു പോസിറ്റീവായിട്ടാണ് ഈ 2 പൈലുകളും സെലക്ട് ചെയ്ത വ്യക്തികളുടെ ആത്മാവ് പറയുന്നത്. നമുക്ക് തെറ്റ് വേണ്ട, നന്മയിലേക്ക് പോകാം, ശരിയിലേക്ക് പോകാം. ആദ്യത്തെ പൈല് ഒരു സ്വയം മതിപ്പിലേക്ക് വരണമെന്ന് പറയുന്നു. രണ്ടാമത്തെ പൈല് പറയുന്നു നിങ്ങൾക്കൊരാളെ ലഭിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വഴിതെറ്റി നടന്ന സാഹചര്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇതുവരെ ഉള്ളതൊക്കെ ചതിയും വഞ്ചനയൊക്കെ ആയിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളെത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2 ഫയലുകളും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.